ഓപ്പറേഷൻ സിന്ദൂർ 1971ലെയും 1999 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ലോകം ഭീതിയിലൂടെ കടന്നുപോയ കുറച്ച് നാളുകൾ. എന്തിനേറെ പറയുന്നു, ഒരു ഫുൾ സ്കെയിൽ വാർ ഉണ്ടാവുമെന്ന് വരെ സംശയിച്ചു നമ്മളിൽ പലരും. പക്ഷേ ചുരുക്കി പറയുവാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ മണ്ണിൽ നടത്തിയ ഏറ്റവും വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. എന്തിനേറെ പറയുന്നു, 9ലധികം ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം തകർത്തത്. 100ലധികം ഭീകരരെ ഇന്ത്യ കാലപുരിക്ക് അയക്കുകയും ചെയ്തു. 40ലധികം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു. ഇന്ത്യ പാക് മണ്ണിൽ നടത്തിയ ഏറ്റവും വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് അതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. സത്യത്തിൽ ഈ ഒരു ഓപ്പറേഷന്റെ ക്രെഡിറ്റ് മുഴുവൻ നമ്മൾ കൊടുക്കേണ്ട ആർക്കാണ്? മോഡിജിക്കാണോ അതോ ഇന്ത്യൻ സായുധ സേനകൾക്കാണോ? എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു ക്രെഡിറ്റ് രണ്ടുപേർക്കും തുല്യമായി തന്നെ കൊടുക്കണം. കാരണം ഇന്ത്യൻ സൈന്യത്തിന് തിരിച്ചടിക്കാനുള്ള മുഴുവൻ അധികാരവും കൊടുത്തു. രാഷ്ട്രീയ ഭരണകൂടം ഇടപെടുന്നില്ല, രാഷ്ട്രീയ നേതൃത്വം ഇടപെടുന്നില്ല. ഇന്ത്യൻ സൈന്യം ഇന്ത്യക്ക് നേരെ വരുന്ന ഏതൊരു ആക്രമണത്തെയും ശക്തമായി ചെറുക്കാനും അതിനെതിരെ മറുപടി നൽകാനും ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകി മോഡിജി. പക്ഷേ നമ്മൾ ഒന്ന് ചിന്തിക്കണം, 2008 നമ്മുടെ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. 26/11 എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ വർഷവും മെഴുകുതിരി കത്തിക്കും മുംബൈയിൽ. അന്ന് നടന്ന ഭീകരാക്രമണം, അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നടന്ന ഏറ്റവും വലിയൊരു ഭീകരാക്രമണമായിരുന്നു മുംബൈ അറ്റാക്ക്. അന്നും ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്തുകൊണ്ടോ നമ്മൾ മറുപടി കൊടുത്തില്ല. അന്ന് നമ്മൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെയാണ് പറത്തി വിട്ടത്. അന്ന് ഇന്ത്യ ഒരു തിരിച്ചടി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ക്രെഡിറ്റിന് വേണ്ടി ആർക്കും ഒരു സംശയം ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ അന്ന് തിരിച്ചടി കൊടുത്തില്ല. അന്നത്തെ ഭരണകൂടത്തിന് എന്തുകൊണ്ടോ പാകിസ്ഥാനുമായിട്ട് സൗഖ്യത്തിനാണ് താല്പര്യമുണ്ടായിരുന്നത്. ജീവൻ നഷ്ടപ്പെട്ട 200ലധികം പേർക്കും അന്ന് കുടുംബമുണ്ടായിരുന്നു. പക്ഷെ അവർ അതാരും മൈൻഡ് ചെയ്തില്ല. പുല്ല് വിലയാണ് അവരുടെ ജീവനും കൊടുത്തത്. പക്ഷെ ഇന്ന് അതേ കണക്കല്ല. പെഹൽഗാമിൽ മരിച്ച 26 പേർക്ക് വേണ്ടിയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യം നമ്മോടൊപ്പമാണ്, നമ്മുടെ പ്രധാനമന്ത്രി നമ്മോടൊപ്പമാണ്. നമ്മുടെ വിഷമത്തിന്റെ കൂടെയും അദ്ദേഹമുണ്ട്, നമ്മുടെ സന്തോഷത്തിന്റെ കൂടെ അദ്ദേഹമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങൾ പറയാൻ നേരത്ത് മോഡി, യു ആർ എ ഗ്രേറ്റ് പേഴ്സൺ, യു ആർ എ ഗ്രേറ്റ് ലീഡർ എന്ന് തന്നെ പറയേണ്ടി വരും.